രൂപയ്ക്കുള്ളിൽ ഒരു സ്മാർട്ട് വാച്ച് മേടിക്കണം എന്നാൽ വാച്ച് സീരീസ് 9 ലുക്ക് ഒക്കെ ആണെങ്കിൽ ഫയർബോൾട്ടിന്റെ ബ്രില്യ നല്ലൊരു ഓപ്ഷനാണ്. 1899 രൂപയ്ക്ക് ആമസോണിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് മേടിക്കാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫയർബോൾട്ട് ബ്രില്യ നമ്മൾ മേടിച്ച വർത്ത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർബോൾട്ട് ബ്രില്യ. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രീമിയം സ്ലീക്ക് ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വാച്ച് കാണാൻ സാധിക്കുക. മെറ്റൽ ബോഡിയാണ് കേട്ടോ, അതാണ് ഇതിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ സവിശേഷത. അതുകൊണ്ട് തന്നെ വാച്ച് കെട്ടിക്കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒക്കെ അറിയാണ്ട് തട്ടിയാൽ പോലും പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകാൻ അല്ലെങ്കിൽ ഈ ഒരു വാച്ച് ഫിസിക്കലി ഡാമേജ് ആകാൻ ചാൻസ് വളരെ കുറവാണ്. വലതുവശത്ത് നമുക്ക് ഒരു വർക്കിംഗ് ക്രൗൺ കാണാം, കൂടാതെ ഒരു ബട്ടൺ ഉണ്ട്. ഇടതുവശത്ത് ഒരു സ്പീക്കറും കാണാം. പിറകിൽ നോക്കുവാണെങ്കിൽ ഒരു പോളികാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ എന്തായാലും ഫയർബോൾട്ടിന്റെ ലോഗോ ഉണ്ട്, കൂടാതെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും ചാർജിംഗ് പോയിന്റും കാണാൻ സാധിക്കും. വലതുവശത്ത് മുകളിലായിട്ട് ഒരു മൈക്കും ഉണ്ട്. ഇനി ഇതിന്റെ സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ കൂടെ കിട്ടിയേക്കുന്ന സ്ട്രാപ്പ് ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പാണ്. പിന്നെ സ്ട്രാപ്പ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാച്ച് സീരീസിലൊക്കെ ഉള്ള പോലെ തന്നെ 42, 44, 45, 49 mm ഏത് വേണമെങ്കിലും ഇട്ടാലും നമുക്ക് ഇതിൽ സ്യൂട്ട് ആവുന്നതാണ്. ആ സെയിം സ്ട്രാപ്പ് തന്നെയാണ് കേട്ടോ. എന്തായാലും സ്ട്രാപ്പുകളൊക്കെ തന്നെ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇതുപോലെ ഒരു ഗ്രേ കളറാണ് മേടിച്ചത് എന്നാൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലോട്ട് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബ്ലൂയിലോട്ട് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോർ എന്നല്ല അവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാപ്പുകൾ വളരെ ലാഭകരമായിട്ട് മേടിക്കാം. സോ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം നമ്മുടെ ദീപ് സ്റ്റോർ. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 2.02 ഇഞ്ചിന്റെ ബിഗർ അമോലഡ് ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. 240x296 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. കൂടാതെ 750 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ഇവിടെ ഉണ്ട്. സോ അത്യാവശ്യം നല്ല സണ്ണി ഡേയിൽ പോലും നമുക്കിത് വാച്ച് വെളിയിൽ കെട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് വിസിബിൾ ആകും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, കാരണം ഇത് അമോലഡ് ഡിസ്പ്ലേ ആണ്. എന്നാൽ അമോലഡ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ആ ഒരു പിക്സൽ റെസൊല്യൂഷൻ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു ക്വാളിറ്റിയിൽ ചെറിയൊരു എന്താ പറയുക ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. എന്നാൽ പോലും അമോലഡ് ഡിസ്പ്ലേ ഈ ഒരു റേഞ്ചിൽ കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു വാച്ച് നമ്മുടെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യാനായിട്ട് ഡാഫിറ്റ് ആപ്പ് വഴിയാണ്. ഇതേ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തായാലും മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്താൽ മാത്രമേ ആ ഒരു സമയവും അതുപോലെ തന്നെ മറ്റുള്ള പല ഫീച്ചേഴ്സും നമുക്ക് വർക്കിംഗ് ആവത്തുള്ളൂ. എന്തായാലും ആ ഒരു ആപ്പിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഇതിന്റെ യൂസർ ഇന്റർഫേസ് നോക്കാം. വാച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു വാച്ച് ഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 9 വാച്ച് ഫേസസ് കാണാം. അറ്റ് എ ടൈം നമുക്ക് 10 വാച്ച് ഫേസസ് മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവരുടെ ആ ഒരു ഡാഫിറ്റ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം. അതും ഞാൻ ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും ബാറ്ററി ലെവലുണ്ട്, മാസം, ദിവസം, ഡേറ്റ് എല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് ക്വിക്ക് ഐക്കൺസ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ബ്രൈറ്റ്നസ്, ലോ പവർ മോഡ്, ഇ കാർഡ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ UPI QR ഇനി അതല്ല സോഷ്യൽ മീഡിയ QR നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതും നമ്മുടെ ആ ഒരു ഡാഫിറ്റ് ആപ്പിലൂടെയാണ്. പിന്നെ ഫ്ലാഷ് സെറ്റിംഗ്സ്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മുടെ ആ ഒരു സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ്. നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഏതൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. ഇനി ഇടത് നിന്ന് വലതോട്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ആപ്പ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ വലത് നിന്ന് ഇടത്തിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ടിവിറ്റി, സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, കൂടാതെ നമ്മുടെ കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. ഇനി മെയിൻ മെനുവിലേക്ക് പോകാനായിട്ട് ഈ ഒരു ക്രൗണിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്താൽ മതി. അതിൽ തന്നെ ആക്ടിവിറ്റി കാണാം, കൂടാതെ സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, ഫോൺ കോള്. ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ളൊരു സ്മാർട്ട് വാച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റീസെന്റ് കോൾസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡയൽ ചെയ്ത് ഒരാളെ വിളിക്കാൻ പറ്റും. കൂടാതെ കോൺടാക്ട്സ് നമുക്ക് ആ ഒരു ഡാഫിറ്റ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ എക്സസൈസ്, ഇതിൽ 120 മുകളിൽ സ്പോർട്സ് മോഡ്സ് ഉണ്ട്. സോ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കുറെ അധികം ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ പോപ്പുലർ, വാട്ടർ സ്പോർട്ട് അങ്ങനെ കുറച്ച് കാറ്റഗറൈസ് ഇട്ടുണ്ട്. സോ അതിൽ പോയിട്ട് അങ്ങോട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ എക്സസൈസ് റെക്കോർഡ്, ബ്ലഡ് പ്രഷർ, SpO2, സ്ട്രെസ്, വെതർ, മെസ്സേജ്, ഷട്ടർ, പ്ലെയർ, റിലാക്സേഷൻ. ഈ റിലാക്സേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുവാണ്, ഇനി അതല്ല നമുക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെസ് അങ്ങോട്ട് ഓൺ ആക്കിയിട്ട് ഇപ്പോൾ 2 മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ 3 മിനിറ്റത്തേക്ക് 4 മിനിറ്റത്തേക്ക് 5 മിനിറ്റത്തേക്ക് 15 മിനിറ്റത്തേക്ക് വരെ ഉണ്ട്. അതിനിടയ്ക്കുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക വെക്കുക. ദെൻ സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ഇപ്പോൾ കണ്ടോ, ബ്രീത്ത് ഇൻ
ഔട്ട്, ഇതേപോലെ ഓരോ സംഭവങ്ങൾ ഞാൻ ചെയ്യും. നമുക്കപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഉറങ്ങാനും ഒക്കെ പറ്റുന്നതാണ്. സോ അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് എന്തായാലും. കൂടാതെ AI വോയിസ് ഇവിടെ ഉണ്ട്, അതായത് നമ്മുടെ ജെമിനി ഉണ്ടല്ലോ അത് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ അതല്ല നിങ്ങൾക്ക് ഒരാളെ വിളിക്കണമെങ്കിലും അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ടൈമർ, അലാം, സ്റ്റോപ്പ് വാച്ച്, സൈക്കിൾ ട്രാക്കിംഗ്, ഫൈൻ ഫോൺ, കാൽക്കുലേറ്ററും എന്തായാലും ഇതിലുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ചേട്ടാ ഈ ഒരു വാച്ചിൽ കാൽക്കുലേറ്റർ ഉണ്ടോ? അപ്പോൾ കാൽക്കുലേറ്റർ എന്തിനാണെന്ന് അറിയത്തില്ല, മേ ബി പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ആ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. കൂടാതെ ഇൻബിൽറ്റ് ഗെയിംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സമയം പോകാനായിട്ട്. വേൾഡ് ക്ലോക്ക്, സെറ്റിംഗ്സിൽ ആദ്യം തന്നെ കാണാൻ പറ്റുക ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ്, സ്ലീപ്പ് ഇപ്പോൾ നമുക്ക് 5 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് 30 സെക്കൻഡ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് 5 സെക്കൻഡ് എടുത്തോളൂ. കൂടാതെ വാച്ച് ഫേസസ് ഇവിടെ വന്നിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. കൂടാതെ മെനു വ്യൂ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഇഷ്ടമുള്ള മെനു വ്യൂസ് അങ്ങോട്ട് മാറ്റാവുന്നതാണ്. കൂടാതെ റിസ്റ്റ് റൈസ്, നമ്മൾ കയ്യിൽ വാച്ച് സമയം നോക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് വാച്ച് ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ അങ്ങോട്ട് ഓൺ ആകുന്ന ഒരു പരിപാടിയാണ് ആ ഒരു റിസ്റ്റ് റൈസ് എന്ന് പറയുന്നത്. അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഇനി വൈബ്രേറ്റ് ആൻഡ് റിംഗിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് മോഡ് അവിടെ കാണാൻ പറ്റും. അത് വൈബ്രേറ്റ് ആൻഡ് റിംഗ്, മ്യൂട്ട്, ഈ ഒരു 3 ഓപ്ഷൻസ് ആണുള്ളത്. കൂടാതെ ഇന്റൻസിറ്റി നമുക്ക് സോഫ്റ്റ്, സ്ട്രോങ് ഈ 2 എണ്ണത്തിലായിട്ട് ആക്കാൻ പറ്റും. കൂടാതെ ഇവിടെ വന്നിട്ട് നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ലോ പവർ മോഡ് ഓൺ ഓഫ് ആക്കാൻ പറ്റും. കൂടാതെ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഓൺ ആക്കുവാണെങ്കിൽ ഇവിടെ മീഡിയ ഓഡിയോ ഉണ്ടോ, അത് ആക്ച്വലി ഓൺ ആണ്. ഇത് ഓൺ ആക്കി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്ത് പ്ലേ ചെയ്താലും അത് അങ്ങോട്ട് ഈ ഒരു വാച്ചിലായിരിക്കും കേൾക്കുക. സോ നിങ്ങൾക്ക് ആ ഒരു വാച്ചിൽ കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതങ്ങോട്ട് ഓഫ് ആക്കി ഇട്ടാൽ മാത്രം മതി. പിന്നെ ഫോൺ കോൾ നമ്മൾ ഇതുപോലെ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വാച്ചിൽ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇതും അങ്ങോട്ട് വരത്തില്ല. കൂടാതെ സ്ക്രീൻ ക്ലോക്ക് ഉണ്ടല്ലോ, അത് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ അനലോഗ് മോഡലും ആക്കാം, അതേപോലെ തന്നെ ഡിജിറ്റൽ ക്ലോക്കും ആക്കാം. എന്തായാലും ഈ ഒരു അനലോഗ് ക്ലോക്ക് ആക്കിയാലും അതല്ല ഡിജിറ്റൽ ക്ലോക്ക് ആക്കിയാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എപ്പോഴും ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ബാറ്ററി ഡ്രെയിൻ ആകും. ഇതിനകത്ത് 5 to 7 days ആണ് ആ ഒരു ബാറ്ററി പറയുന്നത്. കൂടാതെ ആ ഒരു സ്റ്റാൻഡ് ബൈ 20 ദിവസം പറയുന്നുണ്ട്. ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ബ്രൈറ്റ്നസ് നമ്മൾ ഹൈ പീക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു 5 to 7 എന്ന് പറയുന്നത് അതിനേക്കാളും അങ്ങോട്ട് കുറയും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ റീസെറ്റ്, പവർ ഓഫ്, റീസെറ്റ്, അതേപോലെ തന്നെ എബൌട്ടിലേക്ക് പോകണമെങ്കിൽ വേർഷനും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂസ് ഇന്റർഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഫയർബോൾട്ട് ഹെൽത്ത് സ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ SpO2, ബ്ലഡ് പ്രഷർ, സ്ട്രെസ് എല്ലാം തന്നെ ആ ഒരു വാല്യൂസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്നുള്ളത് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക, പ്രോപ്പർ ആയിട്ടുള്ളൊരു മെഡിക്കൽ എക്യുപ്മെന്റ് മേടിച്ചിട്ട് മാത്രം ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുക. അത് തന്നെയാണ് നമുക്ക് നല്ലത്. ഒരു വാല്യൂസ് എന്തായാലും നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലേ ഇത് കാണിക്കത്തുള്ളൂ. നിങ്ങളിപ്പോൾ മേശപ്പുറത്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂസ് ഒക്കെ നമുക്കൊരു റെഫറൻസ് ആയിട്ട് ഉറപ്പായിട്ടും എടുക്കുക. കൂടാതെ ഈ ഒരു വാച്ച് IP67 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വാട്ടർ ആക്ടിവിറ്റിക്ക് പോകുമ്പോഴത്തേക്ക് കടലിൽ പോകരുത്, ഉപ്പുവെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതർവൈസ് മറ്റുള്ള എല്ലാ ആക്ടിവിറ്റിക്ക് പോകുമ്പോഴും ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, സേഫ് ആയിരിക്കും. ഇനി നമ്മുടെ ഡാഫിറ്റ് ആപ്പിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണിച്ചാൽ എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് ആദ്യം തന്നെ കാണാൻ പറ്റുക. ഇതിനകത്ത് ആദ്യം ആ ഒരു ആക്ടിവിറ്റി, സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, BP ഇതൊക്കെയാണ് ആ ഒരു നമ്മുടെ റീസെന്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത കാര്യങ്ങൾ ആദ്യം തന്നെ ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ക്ലാസ്, വർക്കൗട്ട്, അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ കൂട്ടാനുള്ള പരിപാടികളാണ്. കൂടാതെ മൂന്നാമത്തെ ടാബാണ് ഫയർ ബോൾട്ടിന്റെ ആ ഒരു 215 മോഡൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 64% ബാറ്ററി ഉണ്ടെന്നുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിലും വന്നിട്ട് വാച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ വാച്ച് ഫേസസ് ഇവിടെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള വാച്ച് ഫേസസ് 10 മാത്രമേ വാച്ചിൽ നമുക്ക് അറ്റ് എ ടൈം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ തന്നെ ഇവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങളിപ്പോൾ ഫേസ് ഗാലറിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ അത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു കാറ്റഗറിയിൽ നിന്ന് പോയിട്ട് ഇഷ്ടമുള്ളത് എടുത്ത് ഇടാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ സ്വന്തമായിട്ട് ഇടാം. അതിന് എഡിറ്റിലേക്ക് പോവുക, അതിനുശേഷം ചൂസ് ഫ്രം ആൽബത്തിൽ പോയിട്ട് നമ്മൾ ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരിക. അത് പൊസിഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ടൊരു വാച്ച് ഫേസ് നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കിയിടാവുന്നതാണ്. ഇനി നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമേ, ഏതായാലും വന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ വാച്ചിലേക്ക് കാണിക്കത്തുള്ളൂ. സോ അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ ടെലിഗ്രാമിലെ നോട്ടിഫിക്കേഷൻസ് വാച്ചിൽ കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ അൺചെക്ക് ചെയ്യുക. ഇനി അതെല്ലാം നിങ്ങൾ കാണിക്കണമെങ്കിൽ ചെക്ക് ചെയ്യുക. കൂടാതെ ഫൈൻ ഡിവൈസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അലാം ഉണ്ട്, വേൾഡ് ക്ലോക്ക് ഉണ്ട്, ഷട്ടർ, ഇ കാർഡ് ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ആ ഒരു QR കോഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. ഫേവറേറ്റ് കോൺടാക്ട് ഓൾറെഡി ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 8 വരെ നമുക്ക് ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതേഴ്സിലേക്ക് പോകണമെങ്കിൽ ഇവിടെ കുറച്ച് ഇപ്പോൾ ഡിസ്പ്ലേ, കൺട്രോൾ, സ്ക്രീൻ മോഡ്, വെതർ, ഹെൽത്ത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. എന്തായാലും ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനോട്ട് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്ത് തരാവേ. കൂടാതെ ഫേം വെയർ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു അപ്ഗ്രേഡിലേക്ക് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ
സാധിക്കും. അതേപോലെ തന്നെ കസ്റ്റമർ സർവീസ്. ഇനി നാലാമത്തെ ടാബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫൈലാണ്. പിന്നെ ഗൂഗിൾ ഫിറ്റ്, സ്ട്രാവ ഇതൊക്കെ തന്നെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫയർബോൾട്ട് ബ്രില്യനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1899 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമല്ലോ എന്ന് വെച്ചാൽ ഒരു പ്രീമിയം ആൻഡ് സ്ലീക്ക് ഡിസൈനുള്ള പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളത്, കൂടാതെ ആ ഒരു വാച്ച് സീരീസിന്റെ ആ ഒരു മോഡലുള്ള വാച്ച് വേണമെങ്കിൽ ഉറപ്പായിട്ടും 1899 രൂപയ്ക്ക് നല്ലൊരു ഡീൽ തന്നെയാണ്. എന്നാൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു എന്താ പറയുക വിഷമം എനിക്ക് അങ്ങോട്ട്, അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു ചെറിയ ഒരു പ്രശ്നം വരുന്നത്. കാരണം കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, ക്വാളിറ്റി ഇല്ല എന്നുള്ളതല്ല, എന്നാൽ പോലും കുറച്ചുകൂടി ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിൽ നിന്ന് അതായത് 100% നമുക്ക് അടിപൊളിയാണെന്ന് പറയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.